സാർ, ഒരു CEO ചോദിക്കുകയാണേ, അതായത് അദ്ദേഹം ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ റിപ്പോർട്ടും ചെക്ക് ചെയ്യാൻ തന്നെ അദ്ദേഹത്തിന് ആ ദിവസം കംപ്ലീറ്റ്ലി ആ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ തന്നെ സമയം എടുക്കുന്നു. ഇൻ കേസ് അദ്ദേഹം ആ റിപ്പോർട്ട് ഒന്നും ചെക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു, പക്ഷേ കമ്പനിയിലത്തെ കാര്യങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ല. സോ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ സാറിന്? നമ്മൾ കാണുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സിൻ്റെയും CEOസിൻ്റെയും ഒരു കോമൺ പ്രോബ്ലം ഇത്. അതായത് ഒരു 10 ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 പേജ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ഈ 100 പേജ് റിപ്പോർട്ട് വായിച്ച് അത് അനലൈസ് ചെയ്ത ഒരു ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻസിന് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡ് ഒരു CEO 7 പ്രയോറിറ്റീസ് ഡാഷ്ബോർഡാണ്. അപ്പോൾ ആ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ എക്സെപ്ഷൻ റിപ്പോർട്ട്സ്. ലൈക്ക് എന്ത് നല്ലത് നടക്കുന്നതെന്നല്ല CEO അറിയേണ്ടത്, എന്തൊക്കെ നടക്കുന്നില്ല എന്നുള്ളത്. നല്ല നടക്കുന്ന അങ്ങനെ പോയിക്കോളും. അതിൻ്റെ പ്രോഗ്രസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വൺസ് ഇൻ ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ മന്ത്ലി റിവ്യൂ മീറ്റിംഗ്, വീക്ക്ലി മീറ്റിംഗ്. ഡെയിലി അറിയേണ്ടത് എക്സെപ്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ സെയിൽസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ടാർഗറ്റ്സ് ആക്ച്വലി, അതുപോലെ കസ്റ്റമേഴ്സ് വിത്ത് നോ ഓർഡേഴ്സ് ഫ്രം ലാസ്റ്റ് 90 days. അപ്പോൾ അതിനെന്തോ പ്രോബ്ലംസ് ഉണ്ടാവും, കംപ്ലയിൻസ്. ഇപ്പം അടുത്തത് ക്യാഷ് എക്സെപ്ഷൻ. അപ്പം നമ്മൾ അവിടെ അറിയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മളെ ഓവർ ഡ്യൂ, കളക്ഷൻ ഓവർ ഡ്യൂ, വെൻഡേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ള ഓവർ ഡ്യൂ, അപ്പോൾ ആ പേയ്മെൻറ്റ് അറിയണം. പിന്നെ ഇൻവെൻട്രി എക്സെപ്ഷൻ, ഡെഡ് സ്റ്റോക്ക്, അതുപോലെ നിൽ സ്റ്റോക്ക്. കാരണം നമ്മുടെ ഷെൽഫിലിരിക്കുന്ന മണിയായി പോകും, ഡെഡ് മണിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൽ നല്ല കൺട്രോൾ വേണം. പിന്നെ വേണ്ടത് പ്രൊഡക്ഷൻ എക്സെപ്ഷൻ. പ്രൊഡക്ഷൻ എക്സെപ്ഷനിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്ര ബ്രേക്ക് ഡൗൺ അവേഴ്സ് നമുക്ക് ഉണ്ടായി, എത്ര റിജക്ഷൻ ടൈം ഉണ്ടായി. എഗെയിൻ ഇതിന് ഒരു എക്സാമ്പിൾ മാത്രമാണ് HR എക്സെപ്ഷൻ. അതായത് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു കീ എംപ്ലോയി റിസൈനേഷൻ ഹാപ്പൻ ചെയ്താൽ അത് നമ്മൾ പെട്ടെന്ന് അറിയണം. അല്ലെങ്കിൽ ഒരു നോട്ടീസ് വന്നാൽ ആബ്സെൻറ്റീസം, കണ്ടിന്യൂസ് ആബ്സെൻറ്റീസം. അതുപോലെ മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ. മിക്കവാറും CEOയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ഡിലേ ആണ്. CEO ലെവലിലുള്ള ഡിസിഷൻ ഡിലേ ആകുമ്പോൾ എൻ്റെ ബിസിനസ് ടെക്ക് ആവും. അപ്പോൾ ആ കേസിൽ എന്തൊക്കെ ഡിസിഷൻ മേക്കിംഗ് ആണ് ക്രിട്ടിക്കലായിട്ട് നമ്മൾ എടുക്കാൻ മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെ കംപ്ലയൻസ് എക്സെപ്ഷൻ, ലൈക്ക് എന്തൊക്കെ കംപ്ലയൻസ് ഇഷ്യൂ ഉണ്ടോ GST അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി വിധത്തിലുള്ള ആ എക്സെപ്ഷനും നമ്മൾ പെട്ടെന്ന് അറിയേണ്ടത്. അപ്പോൾ ഇത്രയും ഒരു 7 സ്റ്റെപ്സ് ഓഫ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് നമ്മൾ CEOs 7 പ്രയോറിറ്റീസ് ഡാഷ്ബോർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കമ്പനിയുടെ ഹെൽത്ത് റിപ്പോർട്ട് കിട്ടും, ഡെയിലി ഹെൽത്ത് റിപ്പോർട്ട്. അത് നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് റിപ്പോർട്ട് പോലെ ഈക്വലൻ്റ് ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം. അപ്പോൾ അത് മാത്രമാണ് CEO ഡെയിലി ലെവലിൽ അറിയേണ്ടത്. അത് നമ്മൾ ഓരോ ഓർഗനൈസേഷനും ഓരോ DNA ആണ്. ആ DNAക്ക് അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് CEOന് ആകെ വരുന്നത് ദിവസം 5-10 മിനിറ്റിൽ നന്നായി ഒരു കമ്പനി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ സാർ.